പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം 125-ാം സങ്കീർത്തനമാണല്ലോ. ഇതിനു മുമ്പ് പലവട്ടം നമ്മൾ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സങ്കീർത്തനമാണെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു സങ്കീർത്തനമാണ് 125-ാം സങ്കീർത്തനം. ആരോഹണ ഗീതങ്ങൾ, അസെൻഡിങ് സാംസിനകത്താണ് ഇത് പെടുത്തിയിരിക്കുന്നത്. ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുമ്പോൾ യഹൂദൻ തന്റെ ആലയത്തിന്റെ പടികളെ ചവിട്ടി ആരാധനയ്ക്കായിട്ട് ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ പാടി ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയ ഗീതങ്ങളാണ്, സങ്കീർത്തനങ്ങളാണ്, പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങളായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരൂശലേം ദേവാലയത്തിന്റെ പടികളൊന്നും മാത്രമല്ല, സിയോൻ കുന്നിൻ മുകളിലാണല്ലോ ആലയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ താഴ്വരകളിൽ നിന്നൊക്കെ ആ കയറ്റം കയറി പോകുന്ന, ഭവനത്തിൽ നിന്ന് ഇറങ്ങി ആരാധനയ്ക്കായിട്ട് പോകുന്ന ഒരു ഭക്തൻ പാടുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ. അങ്ങനെയാണെങ്കിൽ പാട്ടോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടെ നമുക്കും ആരാധ്യനായ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. ഇതിന്റെ പ്രാരംഭവാക്യം ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. They that trust in the Lord shall be as Mount Zion, which cannot be removed, but abideth forever. They that trust in the Lord shall be as Mount Zion, which cannot be removed or moved or shaken. പല പദങ്ങൾ ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിട്ടുണ്ട്. In some translation it is written it cannot be moved. In another translation it is mentioned it cannot be shaken. മലയാളത്തിൽ അതിനെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. പ്രാവചനികമായ നിലയിൽ അതിന് അർത്ഥമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളും കുലുങ്ങി ഇല്ലാതായി പോകുന്നതാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സകല കുന്നുകളും സമഭൂമിയാകും, താഴ്വരകളാകും. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ പർവ്വതങ്ങളും ഇല്ലാതെയാകുന്ന ഒരു ദിവസം വരുന്നു. ഏത് പർവ്വതം ഓടി മറഞ്ഞാലും എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്. അത് ദൈവത്തിന്റെ പർവ്വതമായ സിയോനാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ ആ നിലയിൽ സിയോൻ പർവ്വതം കുലുങ്ങാത്തൊരു പർവ്വതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിലുപരിയായി ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില ആത്മീക മർമ്മങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി, ഇന്നും നമ്മുടെ ജീവിതത്തിന് ആശ്വാസകരമായി തീരേണ്ടിയ വചനങ്ങളെ ദൈവം ഇതിലൂടെ നൽകി തരുവാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചനകൾ. കുലുങ്ങാത്ത ഒരവസ്ഥ, നമ്മെ കുലുക്കുന്ന പ്രതിസന്ധികൾ ഈ ലോകത്തിൽ വരാമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. There can be tribulations and problems which can move us or which can shake us. But there is a set of people who never get shaken by the surroundings or circumstances. ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് കുലുങ്ങിപ്പോകാത്തൊരു കൂട്ടരുണ്ട്. ആ ഗണത്തിലാണോ നമ്മളെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിക്കണം. നമ്മെ കുലുക്കുന്ന പ്രതിസന്ധികൾ വരുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ഓരോ വിഷയങ്ങളും നമ്മെ കുലുക്കിക്കളയും.
ഈ മഹാമാരിയുടെ പാൻഡമിക്കിന്റെ കാലത്ത് നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ കുലുക്കങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ കുലുക്കം വന്നപ്പോഴും ചുറ്റുപാടുമുള്ളവർക്കും ലോകമനുഷ്യരും കുലുങ്ങിയപ്പോൾ ഞാനും നിങ്ങളും കുലുങ്ങാതെ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ചില രഹസ്യമുണ്ട്. എല്ലാം കുലുങ്ങിയാലും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ എല്ലാം കുലുങ്ങിയാലും കുലുങ്ങാത്ത ചിലതുണ്ട് എന്ന ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. Maybe everything around us can shake, but a child of God will never shake, or you should not be shaken. അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ മാനവജാതിയെ പിടിച്ചു കുലുക്കുന്ന എത്രയോ പ്രതിസന്ധികളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. കുലുക്കുന്ന പ്രതിസന്ധികൾ ജീവിതത്തിൽ വരാം. കത്രീന, ഓക്കി പോലത്തെ കൊടുങ്കാറ്റുകൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഇല്ലാതെയാക്കി. 10,000-കണക്കിന് ആളുകളുടെ ഭവനങ്ങൾ ഇല്ലാതായി. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ കൊടുങ്കാറ്റുകളില് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥരായി. They were shaken. അവരെല്ലാവരും കുലുങ്ങിപ്പോയി. ലക്ഷങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന സുനാമികൾ പലവട്ടം ഈ ഭൂമിയെ കുലുക്കി, മാനവജാതിയെ പിടിച്ചു കുലുക്കി. അനേകരുടെ ജീവൻ അപഹരിക്കുന്ന പ്രളയങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ ഭൂമിയുടെ പല ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം കഴിഞ്ഞ നാളില് ഒരു പ്രളയത്തെ അഭിമുഖീകരിച്ചതാണ്. അതിന്റെ ഭീകരാവസ്ഥ നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും പ്രളയങ്ങൾ മനുഷ്യന്റെ കൺട്രോളിനുപരിയായി, പ്രത്യേകിച്ച് ചൈനയിൽ ഈ ദിവസങ്ങളിൽ വളരെ ഭയാനകമായ പ്രളയം നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ഡാമുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവിടെ ഡാമുകൾ തകരുവാനുള്ള സാധ്യത വരെ പ്രവചിക്കപ്പെടുന്നു. ഇതിനു മുമ്പ് അവിടെ ഡാമുകൾ തകർന്നിട്ടുണ്ട്. അനേകം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ പോയിട്ടുണ്ട്. ആയിരങ്ങളിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഭൂമി കുലുക്കങ്ങൾ. നമ്മുടെ മഹാരാജ്യമാകുന്ന ഇന്ത്യയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കുലുക്കമുണ്ടായി. ഏത് സമയത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഭൂമി കുലുക്കത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവനും സമ്പത്തും നഷ്ടപ്പെടുന്നു. ഒന്നുമില്ലാതായി പോകുന്നു. നനച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യൻ കുലുങ്ങിപ്പോകുന്നു. അവന്റെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുന്ന സ്ഥാനത്താകുന്നു. ലക്ഷങ്ങൾ മരിച്ചു വീഴുന്ന പട്ടിണികൾ ഈ ഭൂമിയെ കുലുക്കുന്നുണ്ട്. ഈ മഹാവ്യാധി കഴിഞ്ഞാൽ അടുത്തു വരാൻ പോകുന്ന മഹാവ്യാധി പട്ടിണി മരണങ്ങളാണെന്ന് ലോകരാഷ്ട്രങ്ങളും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പ്രവചിക്കുന്നു. അതിന്റെ ഭീകരത അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്നും അത് നിലനിൽക്കുന്നു. ആയിരങ്ങൾ അവിടെ മരിക്കുന്നു, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു. ഇനിയും അത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് വന്നാൽ മനുഷ്യൻ കുലുങ്ങിപ്പോകുന്നു. മനുഷ്യന് പ്രതിരോധിക്കാൻ കഴിയാത്ത നിപ്പ, കൊറോണ പോലത്തെ പാൻഡമിക്സ് അല്ലെങ്കിൽ മഹാവ്യാധികൾ ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതൊക്കെ വന്ന് കുലുങ്ങിപ്പോയില്ലേ? ലോകരാഷ്ട്രങ്ങൾ കുലുങ്ങിപ്പോയില്ലേ? ലോക സാമ്പത്തിക ശക്തികൾ കുലുങ്ങിപ്പോയില്ലേ? ലോകത്തിലെ വൈദ്യശാസ്ത്രം കുലുങ്ങിപ്പോയില്ലേ? ലോകത്തിലെ ആണവ ശക്തികളൊക്കെ കുലുങ്ങിപ്പോയില്ലേ? ഞങ്ങൾ ലോകത്തിന്റെ പോലീസാണ്, ഞങ്ങളെ ആരും തൊടാൻ സാധ്യമല്ല എന്ന്
പിടിച്ചു നിർത്താൻ കഴിയാതെ വണ്ണം, ചത്താലും ഞാൻ മാസ്ക് ധരിക്കത്തില്ലെന്ന് പറഞ്ഞ വമ്പന്മാരൊക്കെ ഇന്ന് മാസ്കിന്റെ വക്താക്കളായി മാറുന്ന കുലുക്കം നാം കഴിഞ്ഞ ദിവസവും കണ്ടതല്ലേ? നമ്മെ എല്ലാം കുലുക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, കുലുങ്ങാത്ത ചിലത് ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലുള്ളതൊക്കെ കുലുങ്ങുന്നതാണെങ്കിൽ കുലുങ്ങാത്ത ചിലതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക എന്നുള്ളതാണ് എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം. ദൈവവചനം സൂക്ഷ്മമായി പഠിച്ചാൽ 4 കാര്യങ്ങൾ കുലുങ്ങാത്തതായിട്ട് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വേഗത്തിൽ ആ വിഷയം ഓർപ്പിച്ച് എനിക്ക് ലഭിച്ച സമയത്ത് തന്നെ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 27, അവിടെ ഇളക്കമുള്ളതും മാറ്റം വരുന്നതിനെ കുറിച്ചും അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ഒരിക്കൽ എന്നതും ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. Can we read next verse also? അല്ലേ? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവവചനം പറയുന്നു, ഇളകുന്നതുമുണ്ട്, ഇളകാത്തതുമുണ്ട്, കുലുങ്ങുന്നതുണ്ട്, കുലുങ്ങാത്തതുമുണ്ട്. There are some things in this world which can be shaken, and there are some things which cannot be shaken, and we are going to meditate on those things which cannot be shaken by any power in this world. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കുലുക്കാൻ കഴിയാത്ത ചിലത് ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കുലുങ്ങാത്ത, ഇളകാത്ത ചിലതിനെ കുറിച്ച് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. പൗലോസ് പറയുന്നു, കുലുങ്ങാത്തതുണ്ട്, ഇളകാത്തതുണ്ട്. ഇളകാത്തൊരു രാജ്യത്തെ കുറിച്ച് താൻ അവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇളകാത്ത രാജ്യത്തെ കുറിച്ച് തന്നെ, ഇളകാത്ത രാജ്യത്തിലെ അവസ്ഥയെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. ഒരിക്കലും ഇളകാത്ത 4 കാര്യങ്ങൾ. ഒന്ന്, ദൈവവചനത്തിന് ഒരിക്കലും ഇളക്കമില്ല, അല്ലെങ്കിൽ കുലുക്കമില്ല. കുലുങ്ങാതെ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന, മാറ്റം വരാതെ എന്നേക്കും നിലനിൽക്കുന്ന, ചലനമുണ്ടാകാതെ ഉറപ്പോടെ നിൽക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. It is the scripture which cannot be shaken. The word of God has no movement. It stays forever. അതിന് മാറ്റമില്ലാതെ എന്നും അതുപോലെ നിലനിൽക്കുന്ന ഒന്നാണ് ദൈവത്തെ പോലെ തന്നെ ദൈവത്തിന്റെ വചനം. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം, ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 13 വേഴ്സ് 31, നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളിലോ ഒഴിഞ്ഞു പോകുകയില്ല. Heaven and earth shall pass away, but my words shall not pass away. ആകാശത്തിന് കുലുക്കമുണ്ടാകാം, ഭൂമി കുലുങ്ങി മാറിപ്പോകാം, എന്നാൽ എന്റെ വചനം കുലുങ്ങത്തില്ലെന്ന പറഞ്ഞതിന്റെ സാരം, ഈ നാം പാർക്കുന്ന ഭൂമി കുലുങ്ങിപ്പോകാം, ഒഴിഞ്ഞു പോകാം. നാം കാണുന്ന ആകാശം കുലുങ്ങി ഒഴിഞ്ഞു പോകും, കത്തി അഴിഞ്ഞു പോകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒഴിഞ്ഞു പോകാത്ത, അഴിഞ്ഞു പോകാത്ത, ഇളകിപ്പോകാത്ത, കുലുങ്ങിപ്പോകാത്ത, മാറിപ്പോകാത്ത എന്തെങ്കിലും ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ ദൈവവചനം മാത്രമാണ് എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. 1 പത്രോസ് 1:23, 24, 25 വാക്യങ്ങൾ. 1 Peter chapter 1 verses 23 to 25. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നിലനിൽക്കുന്ന
ഒരു ബീജത്താലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് വേഴ്സ് 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്ന, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, എന്നാൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം, ഈ ദൈവവചനം, നാം ഉരുവിടുന്ന വചനം, നാം വായിക്കുന്ന വചനം, നാം ധ്യാനിക്കുന്ന വചനം, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകകളിൽ സ്വർഗത്തിലെ ദൈവം എഴുതി തന്ന വചനം, ആ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. ബാക്കി എന്തെല്ലാം മാറിപ്പോയാലും, മാറാത്തതൊന്നുണ്ടെങ്കിൽ, ഇളകാത്തതൊന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ് എന്ന് അവിടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ഇളക്കമില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാമാണ് ദൈവവചനത്തിൽ ഇളകാത്തത്? സ്തോത്രം. 3 കൂട്ടം കാര്യങ്ങൾ ദൈവവചനത്തിന്റെ ആധികാരികതയെ ഉറപ്പിക്കുന്നതാണ്. ആമേൻ. The promises of the word of God will never be shaken. അതുപോലെ തന്നെ the power of the word of God will never be shaken. The prophecy of the word of God will never be shaken. ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഇളകിപ്പോകത്തില്ല. ദൈവവചനത്തിന്റെ ശക്തിക്ക് ഒരിക്കലും ഇളക്കം വരത്തില്ല. ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ ഇളക്കം തട്ടുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ എന്താണ്? വേദപുസ്തകത്തിൽ ഏതാണ്ട് 30,000-ഓളം പ്രോമിസസ് ഉണ്ട്. There are somewhere around 30,000 promises in the word of God. And all these promises are unmovable. It is unshakable because it is the word of God. ദൈവത്തിന്റെ ശ്വസിച്ച വചനങ്ങളാണിതെങ്കിൽ അതിന് ദൈവത്തെ പോലെ തന്നെ ഉറപ്പുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും അത് മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകാം, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞ ഒരു വാഗ്ദത്തത്തിന് മാറ്റമില്ല. എല്ലാ നാളും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആ വാഗ്ദത്തം ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. അതിനൊരിക്കലും മാറ്റമുണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്നെ ഉള്ളങ്കരങ്ങളിൽ വഹിച്ചുകൊള്ളാമെന്ന് സർവശക്തനായ ദൈവം വചനത്തിലൂടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രോമിസിൽ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തൻ ഏതൊക്കെ കുലുക്കുന്ന പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിൽക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദൈവത്തിന്റെ 2 Corinthians chapter 1 verse 20 says, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ആമേൻ. For all the promises of God in him are yea, and in him amen, unto the glory of God by us. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവനിൽ ആമേനെന്നും അത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവവചനത്തിലെ ഓരോ വാഗ്ദത്തങ്ങളും വായിക്കുമ്പോൾ അതിനോട് ചേർന്ന് ആമേൻ പറഞ്ഞുകൊള്ളണം. എന്താണെന്നല്ല അറിയാമോ? അത് അങ്ങനെ തന്നെ എന്ന് വായിക്കുന്ന ഓരോരുത്തരും അവന്റെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ, എന്നെയും നിന്നെയും കുലുക്കുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ കുലുങ്ങാതെ നിർത്താൻ സഹായിക്കുന്നത് ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ദൈവവൈതല ഇന്ന് പകൽക്കാലം വചനത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. നിന്നെ കുലുക്കുന്ന പ്രതിസന്ധികളിലും നിന്നെ കുലുക്കിക്കളയുന്ന പ്രതികൂലങ്ങളിലും മഹാമാരിയുടെ കാലത്തും പാൻഡമിക്കിന്റെ കാലത്തും നിന്നെ കുലുങ്ങാതെ വണ്ണം, ക്ഷയിക്കാതെ വണ്ണം നിർത്തുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ദൈവവൈതൽ ഇന്ന് പകലിൽ വചനത്തിന്റെ പ്രോമിസസിൽ ആശ്രയിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ആമേൻ. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, പ്രിയ ദൈവവൈതലേ,
അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവ് ഊവ് എന്നാണ്. അതിന് ആമീൻ പറയാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയത്തുള്ളൂ. ആമീൻ പറഞ്ഞ് നിന്നുകൊള്ളണം, നീ കുലുങ്ങാതെ നിൽക്കാൻ ഇടയാണ്. ദൈവത്തിന്റെ പ്രോമിസസിന് ഇളക്കമില്ല, വാഗ്ദത്തങ്ങൾക്ക് ഇളക്കമില്ല. രണ്ട്, ദൈവവചനത്തിന്റെ ശക്തിക്ക് ഇളക്കമില്ല. The power of God is unmovable or unshakable. Yes, hallelujah. കഴിഞ്ഞ നാളുകളിൽ അത് അനുഭവിച്ചറിഞ്ഞവരല്ലേ നമ്മൾ. റോമൻ ചാപ്റ്റർ 1:16, റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലക്ഷ്യമില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. For I am not ashamed of the gospel of Christ, for it is the power of God unto salvation to everyone that believeth, to the Jew first and also to the Greek. So the word of God, the gospel is powerful. Amen. അത് വിശ്വസിച്ച് നമ്മൾക്ക് എന്താണ്? രക്ഷയ്ക്കായി ദൈവശക്തി. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ ക്ഷീണിച്ചു പോകത്തില്ല, അവൻ തളർന്നു പോകത്തില്ല, അവൻ കുഴഞ്ഞു പോകത്തില്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും അവന് ശക്തിയുടെ ഒരു ഉറവിട കേന്ദ്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിലാണ് അവൻ ആശ്രയിക്കുന്നത്. അത് തേൻകട്ടയെക്കാട്ടിലും മധുരമുള്ളതാണ്. അത് അണ്ണാക്കിനെ മധുരിപ്പിക്കുന്നതാണെങ്കിൽ ഇത് ഭക്ഷിക്കുന്ന ഒരു ദൈവവൈതൽ ജീവിതത്തിന്റെ കുലുങ്ങുന്ന മണ്ഡലങ്ങളിൽ കുലുങ്ങാതെ നിൽക്കുവാൻ ഇടയാകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. Hallelujah. The word of God is powerful, and it is so powerful that it can strengthen you in all your weaknesses, and it can sustain you. നിന്നെ നിലനിർത്തുവാനും നിന്നെ ശക്തീകരിക്കുവാനും ഈ വചനത്തിന് കഴിയുമെന്ന് ഓർപ്പിക്കുന്നു. Hallelujah. 4-5 കൂട്ടം കാര്യങ്ങൾ. ആമേൻ. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് ഓർപ്പിച്ച് ഞാൻ ഓടിപ്പോകാം. വചനങ്ങൾ എടുത്ത് വായിക്കുന്നില്ല, വായിച്ചാൽ അതിനുള്ള സമയം ലഭിക്കത്തില്ല. ആമേൻ. അതിന്റെ റെഫറൻസസ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വാട്ട് ഓൾ ഇറ്റ് ക്യാൻ ഡു. ദൈവശക്തിക്ക് എന്തെല്ലാം കഴിയും? ദൈവവചനത്തിന്റെ ശക്തിക്ക്. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ കൺവിക്റ്റ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ, അവനെ കുറ്റബോധം വരുത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അല്ലേ? അവര് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? സ്തോത്രം. വചനം, സുവിശേഷം അവരുടെ ഹൃദയത്തെ ചലിപ്പിച്ചു, അവരുടെ തെറ്റിനെ അവരെ ബോധ്യപ്പെടുത്തി. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ പവർ ടു കൺവിക്ട് എനി പേഴ്സൺ. ഏതൊരു മനുഷ്യനെയും അവന്റെ പാപത്തെ കുറിച്ച് ബോധപ്പെടുത്തത്തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. The word of God has got the power to convert any person. ഏത് പാപിയെയും രൂപാന്തരപ്പെടുത്താനും മാനസാന്തരപ്പെടുത്തുവാനും ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. സങ്കീർത്തനം 19:7 പറയുന്നു, ഹല്ലേലൂയ, അല്പബുദ്ധിയെ അത് ജ്ഞാനിയാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. അല്പബുദ്ധിയെ കൺവേർട്ട് ചെയ്ത് ജ്ഞാനിയാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തിന് കഴിയും. So it has got a converting power. The word of God has got a power to convert. The word of God has got the power to cleanse. ശുദ്ധീകരിക്കുവാനുള്ള ശക്തി ദൈവവചനത്തിനുണ്ട് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 119:9 ഇങ്ങനെ പറയുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കേണ്ടതിന്. സ്തോത്രം. അപ്പോൾ നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ക്ലീൻ ചെയ്യാൻ പവർ ഉള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. The power of the word of God can comfort us. ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു മഹാശക്തി ദൈവവചനത്തിന് ഉണ്ട് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 119-ാം സങ്കീർത്തനം, Psalms 119 verse 45, 49 and 50, 49-50 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടത്തിൽ ആശ്വാസമരുളുന്ന ഒരു ദൈവവചനത്തെ അവിടെ നമുക്ക് കാണാം. Praise God. The word of God has got the power to counsel us. Hallelujah. എന്താണ്? നമുക്ക് ആലോചന പറഞ്ഞു തരാൻ
ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, എന്ത് ചെയ്യണം, നാളെ ഞാൻ എങ്ങനെ മൂവ് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കണം, ഇനിയും ഞാൻ ഏത് നിലയിലേക്ക് അല്ലെങ്കിൽ ഏത് റൂട്ടിലേക്ക് തിരിയണം എന്നറിയാൻ മേലാതെ, ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു നാൽക്കവലയിൽ വന്ന് നിൽക്കുന്ന അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവവചനത്തിന് നിനക്ക് ആലോചന തരുവാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവവൈദ്യൻ ഈ സന്ദർഭത്തിന് ആമേൻ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കുലുങ്ങിപ്പോകരുത്. ആലോചനയിൽ വലിയവരായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കി വചനത്തിൽ കണ്ടെത്തി ഭക്ഷിച്ചാൽ മതി. നിനക്ക് ആലോചന തന്നെ നിന്നെ നടത്താൻ കഴിയുന്ന ശക്തിയുള്ള ഒരു പവർഫുൾ ആണ് ദൈവവചനമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. So the word of God is powerful to lead us and help us. അതുകൊണ്ട് ദൈവവചനം ആമേൻ ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കുലുങ്ങിപ്പോകത്തില്ല ഏത് സാഹചര്യത്തിലുമെന്ന് ആമേൻ വചനം നമ്മെ പഠിപ്പിക്കുക. കുലുങ്ങാത്തതൊന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ പ്രോഫസികൾക്ക് കുലുക്കമില്ല. ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് കുലുക്കമില്ലാത്തതുപോലെ തന്നെ ദൈവവചനത്തിലെ പ്രവചനങ്ങൾക്ക് മാറ്റമില്ല, കുലുക്കമില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 99% പ്രവചനങ്ങളും ഓൾറെഡി അതെല്ലാം ആമേൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി അക്കമിട്ട് അത് നടപ്പായെങ്കിൽ ഇനിയും നടക്കാനുള്ള ചില കാര്യങ്ങളിലൂടെ അത് നടക്കുമെന്ന് വിശ്വസിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും മനുഷ്യന്റെ മുൻപിൽ ഇല്ല. ആമേൻ. ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾക്ക് ദൈവവചനത്തിലെ പ്രവചനങ്ങള് കഴിഞ്ഞ നാളുകളിൽ ഉത്തരം തന്നെങ്കിൽ നമ്മുടെ കൺമുൻപിൽ ദൈവവചനം അക്ഷരം പ്രതി നിവൃത്തിയാക്കപ്പെട്ടെങ്കിൽ, ദൈവവചനത്തിലെ ഓരോ പ്രവചനങ്ങളിലും അക്കമിട്ട് നടന്നെങ്കിൽ, പ്രിയ ദൈവവേദനെ, ഇനിയും നടക്കാനിരിക്കുന്ന ചില പ്രവചനങ്ങളുണ്ട്. അതുപോലെ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവേദൻ ഇതൊന്നും കണ്ട് അവൻ കുലുങ്ങിപ്പോകത്തില്ല. ഈ ലോകത്തിലെ പ്രതിസന്ധികൾ കണ്ട് കുലുങ്ങത്തില്ല. ഇന്ന് അനേകരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കൊറോണ കാലഘട്ടം ലോകത്തിന്റെ അന്ത്യത്തിന്റെ വിളംബരമാണോ, ദൈവത്തിന്റെ വരവിന്റെ മുന്നോടിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവവചനവും വചനത്തിന്റെ ആമേൻ പ്രവചനങ്ങളും നന്നായി അറിയുന്ന ദൈവവൈതൽ ഇതൊന്നും കണ്ട് കുലുങ്ങിപ്പോകത്തില്ല. കാരണം നടക്കാനുള്ള കാര്യങ്ങൾ അക്കമിട്ട് ആമേൻ വെളിപ്പാടിലൂടെ ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവമക്കൾക്ക് ദൈവം മുൻകൂട്ടി ആലോചന കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി നടക്കാനുള്ളത് എന്താണെന്ന് ദൈവമക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് ഇതിലൊന്നും അവർ കുലുങ്ങിപ്പോകത്തില്ല. Hallelujah. The person who knows about the prophecies of the word of God will never be shaken because they are aware of the things what is going to come next. അടുത്തതായി വരാൻ പോകുന്നത് എന്താണെന്ന് നന്നായി അറിയാവുന്ന ദൈവമക്കൾ ഇന്ന് കാണുന്നതൊന്നും കണ്ട് കുലുങ്ങിപ്പോകത്തില്ല. കാരണം വരാനുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവ് ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വചനത്തിലെ പ്രവചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല, അതൊന്നും കുലുങ്ങിപ്പോകത്തില്ല എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇടയ്ക്ക് ഈ മാധ്യമത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ആമീൻ. അതൊക്കെയും ആമീൻ വൈഫൈയുടെ റിസപ്ഷൻ കുറവ് കൊണ്ടായിരിക്കാം. നിങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എത്രയും വേഗം അത് റീബൂട്ടാകുമെന്ന് കർത്താവിനെ ആശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് കുലുക്കമില്ലാത്തത് എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ ഒന്ന്, ദൈവത്തിന്റെ വചനത്തിന് കുലുക്കമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവവചനം കുലുങ്ങിപ്പോകത്തില്ല. രണ്ടാമതായിട്ട് കുലുങ്ങാത്തത് എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവസഭയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം, ഇളക്കമുണ്ടാകത്തില്ല.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. മാത്യു ചാപ്റ്റർ 16 verse 18 എന്നാണ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പാതാള ഗോപുരങ്ങൾ ഇളക്കാൻ കഴിയാത്ത, അന്ധകാര ശക്തികൾക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ, ആമേൻ, ഒരു 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 വലിയ സ്ഥാപനം ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിന്റെ സഭയാണ്. അങ്ങനെയാണെങ്കിൽ നാം ഒരുപക്ഷെങ്കിൽ ചോദിച്ചേക്കാം, ദൈവദാസനെ, ദൈവസഭകളിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാ, എന്തെല്ലാം ഇളക്കപ്പെരുക്കങ്ങളാ, എന്തെല്ലാം ചലനങ്ങളാ സഭയിൽ ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ, അതൊക്കെ ഈ ലോകപ്രകാരമുള്ള സംഘടനകളാണ്. ദൈവസഭയ്ക്ക് ഒരിക്കലും ചലനം ഉണ്ടാകത്തില്ല. ആമേൻ. അത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞാൽ, പാതാള ഗോപുരങ്ങൾ കിളക്കാൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങൾ കുലുക്കാൻ നോക്കിയാലും കുലുങ്ങാത്ത ഒരു സ്ഥാപനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഏത് സഭയെ കുറിച്ചാണ് പറയുന്നതെന്ന് നാം ഒന്നുകൂടെ തിരിച്ചറിയണം. സ്തോത്രം. നാം ഇന്ന് കാണുന്ന സോകോൾഡ് സംഘടനകളെ കുറിച്ചല്ല വചനം ഓർപ്പിക്കുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 1 Corinthians chapter 3 verse 11. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ഈ ദൈവസഭയ്ക്ക് ഇളക്കമില്ലാത്തതെന്നറിയാമോ? അത് പണിതിരിക്കുന്നത് ഉറപ്പുള്ള പാറമേല. പ്രൈസ് ഗോഡ്. ഇളകാത്ത പാറമേല. ആമേൻ. തകർക്കപ്പെട്ട ഒരു പാറ, മരുഭൂമിയിൽ അവരെ അനുഗമിച്ച പാറ, പിളർക്കപ്പെട്ട പാറ, കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചങ്ക് പിളർന്ന് തന്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളെ കൊണ്ട്, ആമേൻ, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന കുലുക്കി പോകുന്നതിനെ കൊണ്ടല്ല, മറിച്ച് മാറ്റമില്ലാത്ത കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കൊണ്ട് പണിയപ്പെട്ട ദൈവസഭയാണെങ്കിൽ അത് കുലുങ്ങത്തില്ല. കാരണം അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ക്രിസ്തുവാണ് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. For the foundation can no man lay that is laid, which is Jesus Christ. ഈ ലോകത്തിലെ അടിസ്ഥാന കല്ലുകളൊക്കെ കുലുങ്ങുന്നതാണ്. ഈ ലോകത്തിൽ കുലുങ്ങത്തിൽ എന്ന് പറയുന്ന എല്ലാം കുലുങ്ങും. 40 വർഷം കൊണ്ട് ആമേൻ വലിയ ട്രെയിലർ പോലത്തെ വലിയ പാറക്കല്ലുകൾ വെച്ച് പണിയപ്പെട്ട യെരൂശലേം ദേവാലയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഹങ്കാര വസ്തുക്കളിൽ ഒന്നായിരുന്നു. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതുവഴി നടന്നിട്ട് പറഞ്ഞു, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് മുഴുവൻ ഇളകിപ്പോകുന്ന ഒരു ദിവസം വരും. ആമേൻ. ആത്മീകമായി താൻ തന്നെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും ഒക്കെയാണ് അവിടെ പ്രസ്താവിച്ചതെങ്കിലും അക്ഷരീയമായി അത് നടന്നുവെന്ന് നമുക്കറിയാം. ആ കല്ലുകളുടെ അടിവാരം പോലും തോണ്ടി ഇതുപോലെ മനുഷ്യൻ ഒരിക്കലും തകരത്തില്ല എന്ന് പറഞ്ഞ് പണിതൊക്കെ എവിടെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ഒരിക്കലും മുങ്ങത്തില്ലെന്ന് പറഞ്ഞ് മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് വൈഭവം കൊണ്ടുണ്ടാക്കിയ ടൈറ്റാനിക് കപ്പൽ പോലും അതിന്റെ ആദ്യത്തെ യാത്രയിൽ മുങ്ങിപ്പോയി മാനുഷിക കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതിന്റെ നൈമിഷികത ലോകത്തോട് വിളിച്ചു പറയുന്ന എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ എടുത്തു പറയുവാനുണ്ട്. എന്നാൽ ഇളകാത്തതൊന്നും ഈ ഭൂമിയിലുണ്ടെങ്കിൽ, കുലുങ്ങാത്തതൊന്നും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാ. ദൈവമക്കളെ, ഈ നാളുകളില് ഈ സഭയെ കുലുക്കാമെന്ന് പിശാച് അവനെ ഏത് തന്ത്രം ഉപയോഗിച്ച് ആരാധനയ്ക്ക് മുടക്കം വരുത്തിയാലും, ആമേൻ, കൂട്ടായ്മയ്ക്ക് തടസ്സം വരുത്തിയാലും, ദൈവമക്കൾക്ക് ഒന്നിച്ചു കൂടാൻ കഴിയാതെ വണ്ണം
ലോകത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചാലും ദൈവസഭയ്ക്കൊരിക്കലും കുലുക്കം വരത്തില്ല. അവരെ ദൈവം ഒരുമിച്ച് നിർത്തും. ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടിയുണ്ട്. അതെന്നും ദൈവം സൂക്ഷിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയുക. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ആ ദൈവമക്കളെ കൊണ്ട് പണിയപ്പെട്ട ദൈവസഭ, അത് ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ആ സഭ ഒരിക്കലും കുലുങ്ങത്തില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കുലുങ്ങാത്ത അടുത്ത സാധനം ദൈവസഭയാണ്. ദൈവത്തിന്റെ വചനത്തിന് കുലുക്കമില്ല, ദൈവത്തിന്റെ സഭയ്ക്ക് കുലുക്കമില്ല. മൂന്നാമതായി കുലുങ്ങാത്തൊരു വസ്തുത ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ആരാ? സ്തോത്രം. വളരെ സന്തോഷമുണ്ട് കുലുങ്ങാത്ത ആളിനെ കുറിച്ച് പറയാം. അത് മറ്റാരുമല്ല, ദൈവ മക്കളാണ് ഒരിക്കലും കുലുങ്ങാത്തവർ. ഇത് പറയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. കുലുങ്ങുന്നവരാണെങ്കിൽ നാം വാസ്തവത്തിൽ ദൈവമക്കളാണോ എന്നൊന്നുകൂടെ ചിന്തിക്കണം. എന്ത് സംഭവിച്ചാലും കുലുങ്ങാത്തൊരു കൂട്ടരാ ദൈവമക്കളെന്ന ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് കുലുങ്ങേണ്ടത്? കുലുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ആമേൻ. എത്ര കുലുക്കം വന്നാലും പാറ പോലെ നിന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന കുലുങ്ങാത്തൊരു പാറ എനിക്ക് നിനക്കുണ്ടെങ്കിൽ ദൈവവേദനെ നീ എന്തിനാ കുലുങ്ങുന്നത്? നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? നീ എന്തിനാ ആശങ്കപ്പെടുന്നത്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. എന്താ കാരണം? വെറുതെ പറഞ്ഞാൽ പോരല്ലോ. There should be a reason why the child of God will never be shaken. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മുൻപിൽ ഒന്ന് നിരത്താം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27, 28, 29 വാക്യങ്ങൾ. John chapter 10 verse 27, 28 and 29. ഞാൻ അവയെ അറിയുകയും my sheep hear my voice and I know them and they follow me. ആമേൻ. ആടുകളെ കുറിച്ചാണ് പറയുന്നത്. ആടുകളുടെ കുറിച്ചാണ് പറയുന്നത്. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ പറയുകയാണ്, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഒന്നാമത് പ്രിയ ദൈവവൈദ്യരെ, നീ കുലുങ്ങിപ്പോകാതിരിക്കാൻ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിന്റെ ദൈവത്തിനു നിന്നെ നന്നായി അറിയാം. ഇത് യേശുവിന്റെ ഉറപ്പാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കും. എന്നാ ഇന്നോ ഇന്നലെ ഒന്നുമല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നീ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ, ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചത്. So I know you very well. I know you more than you knows about you. നിനക്ക് നിന്നെ തന്നെ അറിയാവുന്നതിൽ കൂടുതൽ എനിക്ക് നിന്നെ അറിയാമെന്ന കർത്താവ് പറയുന്നത്. എന്തൊരു അറിവായി കർത്താവിന്റെ, അല്ലേ? അങ്ങനെ നന്നായി നമ്മെ അറിയുന്ന ഒരു ദൈവമുള്ളപ്പോൾ എന്തിനാ കുലുങ്ങുന്നത്? ആമേൻ. കർത്താവ് പറയുകയാണ്, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വേഴ്സ് 28, 28-ാം വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഞാൻ കുലുങ്ങിപ്പോകാത്തതെന്ന് അറിയാമോ? ഞാൻ എന്റെ കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിൽ സേഫ് ആണെന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ കുലുങ്ങിപ്പോകാത്തത്. ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ആം സേഫ് and I give unto them eternal life and they shall never perish, neither shall any man pluck them out of my hand. There is no power in this world which can pluck me out of the hands of my Lord. എന്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഈ ലോകത്തിൽ ഇല്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ, ഞാൻ അവന്റെ ഉള്ളങ്കരങ്ങളിലാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് കുലുങ്ങേണ്ടത്? ഞാൻ കുലുങ്ങാത്തതിന്റെ കാരണം, യെസ്, എനിക്കറിയാം ഞാൻ അവന്റെ കൈകളിൽ ഭദ്രമാണെന്ന്. I know that I am safe in his hand. മറ്റൊരു ഭാഗത്ത് ദൈവവചനം ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, I have engraved you in my palms. ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കൈയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. If you are engraved in the palms of the Lord,
how someone can erase you from the hands of the Lord. പിടിച്ചു പറിക്കാന്ന് മാത്രമല്ല, അവന്റെ കയ്യിൽ നീ പൊത്തിവെക്കപ്പെട്ടിരിക്കൊണ്ട് അവിടെ നിന്ന് നിന്നെ മായ്ച്ചു കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ, ദൈവവചനമേ, ഈ ലോകത്തില് കുലുങ്ങിപ്പോകാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ടെങ്കിൽ അത് എന്നെയും നിന്നെയും പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളാണ് എന്നിട്ട് പകൽക്കാലം ഓർക്കുക. വേഴ്സ് 28 നമ്മൾ വായിച്ചു. 29 വാക്യം, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. സ്തോത്രം. യേശുക്രിസ്തു പറയുക, ആമേൻ. പ്രിയ ദൈവമൈതലേ, നിങ്ങളെ എന്റെ കയ്യിൽ തന്നത് സ്വർഗത്തിലെ പിതാവാണ്. അവൻ വലിയവനാണ്. പിതാവ് പറയുകയാണ്, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, ഞാൻ എന്റെ യേശുവിന്റെ കരങ്ങളിൽ മാത്രമല്ല, ഞാൻ എന്റെ സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളില് ഭദ്രമായി ഇരിക്കുന്നത് കൊണ്ട് എന്നെ പിടിച്ചു പറിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമൈതലേ, നീ എന്തിന് കുലുങ്ങണം? കുലുങ്ങാതിരിക്കുക. കാരണം നീ കുലുങ്ങാൻ ശ്രമിച്ചാലും കുലുങ്ങാത്ത ഒരു വരക്കരങ്ങളിലാണ് നീ ഇരിക്കുന്നതെന്ന് നീ ഓർക്കുക. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, സഹായിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കരം കുറുതായി പോയിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. My right hands are strong enough to, ആമേൻ, hallelujah, help you. സ്തോത്രം. sustain you. നിന്നെ താങ്ങുവാൻ, നിന്നെ നിർത്തുവാൻ, നിന്നെ പരിപാലിക്കുവാനും എന്റെ വലങ്കരത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല എന്നാ കർത്താവ് പറയുന്നത്. പ്രിയ ദൈവമൈതലേ, ഞാൻ എന്റെ അപ്പന്റെ കരങ്ങളില്, എന്റെ സ്വർഗീയ പിതാവിന്റെ കരത്തില് ഭദ്രമാണെന്ന് ഉറപ്പുള്ള ദൈവമൈതൽ. എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു കപ്പലിൽ യാത്ര ചെയ്ത ഒരു കുഞ്ഞിന്റെ കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആമേൻ. ഈ ടൈറ്റാനിക് പോലെ തന്നെ മറ്റൊരു കപ്പലിന്റെ അവസ്ഥയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ കപ്പൽ യാത്ര ചെയ്ത് നടുക്കടലിൽ കോളും കാറ്റും ആഞ്ഞടിച്ച്, തിരമാലകൾ ആഞ്ഞടിച്ച്, ആമേൻ, ഹല്ലേലൂയ, ഈ കപ്പൽ മുങ്ങിപ്പോകുമെന്നുള്ള അവസ്ഥയിലായി. എല്ലാവരും അലറി കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനകത്തൂടെ പൂമ്പാറ്റയെ പോലൊരു കൊച്ചു പെൺകുട്ടി ആടിപ്പാടി സന്തോഷിച്ച് നടക്കുന്നു. ഈ കുഞ്ഞിന്റെ ആ സന്തോഷവും അവളുടെ മുഖത്തെ ചിരിയും അവളുടെ പ്രസന്നതയും അവളുടെ ആകുലതയില്ലായ്മയും ഒക്കെ കണ്ട പലരും അത്ഭുതപ്പെട്ടു. ഒരു വ്യക്തി ധൈര്യം സംബന്ധിച്ച് ആ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ, നീ ഇത്രയും ആളുകൾ ഇവിടെ കടന്ന് നിലവിളിക്കുന്നു, നിന്റെ സമപ്രായക്കാരൊക്കെ കരഞ്ഞ് നിലവിളിക്കുകയാണ് ഈ പ്രതിസന്ധി കണ്ടിട്ട്, പക്ഷെങ്കിൽ നിനക്ക് മാത്രം എന്താ ഒരു കൂസലും ഇല്ലാത്തത്? ആ കുഞ്ഞ് പറഞ്ഞു, ഹല്ലേലൂയ, എനിക്കൊരു കാര്യം അറിയാം, ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്റെ ഡാഡിയാണ്. സ്തോത്രം. ആമേൻ. എനിക്ക് എന്റെ ഡാഡിയിൽ വിശ്വാസമുണ്ട്. ഈ കപ്പൽ ശുഭ തുറമുഖത്ത് എത്തിക്കുവാൻ എന്റെ ഡാഡിക്ക് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. പ്രിയ ദൈവമക്കളെ, എന്റെയും നിന്റെയും പടകിൽ യേശു ഉണ്ടെങ്കിൽ, എന്റെയും നിന്റെയും പടകിൽ സർവശക്തനുണ്ടെങ്കിൽ, നാം അവന്റെ കരങ്ങളിലാണെങ്കിൽ, പിന്നെ കാറ്റും കോളും തിരമാലകളും കണ്ട് നീ എന്തുകൊണ്ടാണ് ചലിക്കുന്നത്, ചഞ്ചലിക്കുന്നത്? നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഭദ്രമാണെന്ന് സർവശക്തൻ പിന്നെയും വാക്കിനാൽ എന്നെയും നിന്നെയും ഉറപ്പു തരുന്നു. വചനത്തിലൂടെ താൻ ഉറപ്പു തരികയാണ്. ആമേൻ. എന്നെ അറിയുന്ന എന്റെ ആളുകൾ, ഞാൻ അറിയുന്ന എന്റെ ആളുകൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടമൃഗത്തിനും സാധ്യമല്ല. അവർ എന്റെ കരത്തിൽ മാത്രമല്ല, അവർ സ്വർഗത്തിലെ പിതാവിന്റെ കരത്തിലും ഉറപ്പാണ്, ഭദ്രമാണ്. അവിടെ നിന്ന് പിടിച്ചു വലിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. കൊറോണ ആയിക്കൊള്ളട്ടെ, സാർസ് ആയിക്കൊള്ളട്ടെ, നിപ്പ ആയിക്കൊള്ളട്ടെ, ഏത് ഫ്ലൂ വരട്ടെ, ആമേൻ, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ദുർഘടം വന്നാലും, എന്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറപ്പുള്ള ദൈവ മക്കൾ കുലുങ്ങത്തില്ല എന്നാ പറഞ്ഞതിന്റെ സാധനം. അങ്ങനെയാണെങ്കിൽ കുലുങ്ങാത്തൊരു കൂട്ടരാണ്
ദൈവത്തിന്റെ മക്കൾ. രണ്ടാമത് സ്തോത്രം, ദൈവസ്നേഹം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുലുങ്ങിപ്പോകാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ആഴവും ഉറപ്പും നമ്മെ കുലുക്കാതെ നിർത്തുന്നു. ഞാൻ എന്താ കുലുങ്ങിപ്പോകാത്തത്? ആമേൻ. ഈ ലോകത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു, ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ ഓർമ്മിക്കട്ടെ. സ്തോത്രം. ഈ നാളുകളിൽ നമ്മുടെ കേരളക്കരയിൽ കൊറോണ വന്ന് മരിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ കൊറോണയുടെ ഭീതി കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആമേൻ. ഇതിനെക്കുറിച്ചുള്ള ഭീതി പടർത്തി മനുഷ്യൻ ആരുടെ ജീവൻ ഒടുക്കുന്ന എത്രയോ കേസുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഭീതിയിലാണ്, ഭയത്തിലാണ്. എന്താണ് അതിൻ്റെയൊക്കെ കാരണമെന്നറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, അവന്റെ സ്വന്തം വീട്ടിൽ അവന്റെ അപ്പനും അമ്മയും വിദേശത്തു നിന്ന് ചെന്നപ്പോൾ അവൻ ഭവനത്തിൽ കയറ്റി. അവൻ വിദേശത്ത് കിടന്ന് ചോര നീരാക്കി മുണ്ട് മുറുക്കി ഉടരുത്, ഒരു നേരം നേരെ ചൊവ്വെ കുപ്പൂസ് പോലും കഴിക്കാതെ തന്റെ സമ്പാദ്യമെല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. തന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ പാർക്കുന്ന മനുഷ്യർ തന്നെ അതിനകത്ത് കേറ്റാൻ വിസമ്മതിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ ആ ചെറുപ്പക്കാരനെ കഴിഞ്ഞില്ല. എനിക്കോ നിങ്ങൾക്കോ ആണെങ്കിലും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നിൽക്കാൻ കഴിഞ്ഞത് വരില്ല. അത്രയ്ക്ക് ദണ്ഡമുണ്ടാകും ആ കാര്യത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണ് ആ മരണത്തിലേക്ക് നയിച്ചത്? വാസ്തവത്തിൽ ഒരു അനാവശ്യമായ ഭീതി, ഭയവും മനുഷ്യരെ പിടിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ കാരണത്താൽ എത്രയോ പേര് ജീവനൊടുക്കും. കൊറോണ പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ കേസുകൾ ഈ നാടുകളിൽ വർദ്ധിച്ചു വരുന്നു. അത് പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരെ കൊണ്ട് നിറഞ്ഞ കേരളത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിയായ വേദനയുണ്ട്. എന്താണ് അതിനൊക്കെ കാരണം? ഇനി എന്നെ ആരും സ്നേഹിക്കാനില്ല. സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചവരെല്ലാം എന്നെ കൈവിട്ടു. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? ഞാൻ എന്റെ ജീവിതം പോലും മാറ്റിവെച്ച് സ്നേഹിച്ചവർ ഇന്നെന്നെ തള്ളി പറഞ്ഞപ്പോൾ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഉള്ളിൽ ഭയം കയറി, വേവലാതി കയറി ജീവൻ അവസാനിപ്പിച്ച അനേകരുടെ മരണത്തിന്റെ മുൻപിൽ ഞാനിന്ന് പകൽക്കാലം കർത്താവെ അങ്ങയോട് ക്ഷമ ചോദിക്കുക. കാരണം ആ പ്രിയപ്പെട്ടവരെയൊക്കെ ഈ അജ്ഞതയിൽ നിന്ന് വിടിവിപ്പാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയല്ലോ എന്നുള്ള ഭാരമുണ്ട്. എന്നാൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഓർക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്ക് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ 8-ാം അധ്യായം അതിന്റെ 38-39 വാക്യങ്ങളിൽ ഈരുക്കൾക്ക് വേണ്ടി, ഭയപ്പെടുന്നവർക്ക് വേണ്ടി, അനാലംബർക്ക് വേണ്ടി, സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഈ വാക്യങ്ങൾ സമർപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ആഴത്തിനോ, വരുവാനുള്ളതിനോ, അത് കഴിഞ്ഞ് പറയുന്നു അത് ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Hallelujah. Shall we come back to verse 37 in English, please? 38. For I am persuaded that neither death, nor life, nor angels, nor principalities, nor powers, nor things present, nor things to come. Next verse, verse 39. Nor height, nor depth, nor any other creature shall be able to separate us from the love of God which is in Christ Jesus our Lord. ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
പ്രിയ ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിക്കും പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധ്യമല്ല. എന്തൊരാഴമായ സ്നേഹം, എന്തൊരാഴമായ സ്നേഹപ്രകടനം. ആമേൻ. ദൈവം നമ്മെ തന്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ തിരിച്ചങ്ങോട്ട് പറയുവാൻ എനിക്കുള്ളത് മറ്റൊന്നുമല്ല. അല്ലയോ യേശുവേ, അങ്ങയുടെ ചോര കൊടുത്ത് എന്നെ സ്നേഹിച്ചെങ്കിൽ, അങ്ങയുടെ ജീവൻ തന്ന് എന്നെ സ്നേഹിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും, ഈ ലോകത്തിലെ ഒരു പ്രതികൂലത്തിനും, ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും, ഈ ലോകത്തിലെ ഒരു രോഗത്തിനും, ഈ ലോകത്തിലെ ഒരു കടത്തിനും, ഈ ലോകത്തിലെ ഒരു പട്ടിണിക്കും, ഈ ലോകത്തിലെ ഒരു നഗ്നതയ്ക്കും, ഈ ലോകത്തിലെ ഒരാപത്തിനും എന്നെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചു പറയുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. ഏത് പ്രതിസന്ധിയിലും എന്നെ സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സൂക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തിലാണ് വിശ്വാസം. ഹല്ലേലൂയ. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. 2 Timothy chapter 1:12. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ പൗലോസ് വിളിച്ചു പറയുകയാണ്, തന്റെ വിശ്വാസത്തെ കുറിച്ച് തന്നെ ഓർപ്പിക്കുക. എന്താ കുലുങ്ങിപ്പോകാത്തതിന്റെ കാരണം? വിശ്വാസിയെ, ഞാനും നിങ്ങൾ കുലുങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആരെയാ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. Because I know whom I trust, because I know in whom I have faith. Hallelujah. വിശ്വാസം എന്ന് വെറുതെ പറയുകയല്ല. വിശ്വാസം എന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. It is based on a person. And who is that person? That person is the one who carries me in his palms. That the person is the one who loves me more than his life. Hallelujah. That person is the one who has engraved me in his palms. Hallelujah. തന്റെ ജീവനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, തന്റെ ഉള്ളംകരങ്ങളിൽ എന്നെ വഹിക്കുന്ന ദൈവം, തന്റെ കൈകളിൽ എന്നെ വരച്ചിരിക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് എന്റെ ആശ്രയം. ഏതായി ദൈവം? അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്തായിരുന്നു എന്ന് ആമേൻ അക്കമിട്ടതിന്റെ മുകളിൽ വിവരിക്കുന്നുണ്ട്. പൗലോസ് പറയുന്ന വാക്യങ്ങൾ അതിന്റെ മുകളിലത്തെ 11-ാം വാക്യം. Shall we go to verse 11? Hallelujah. ആമേൻ, സ്തോത്രം. ആ സുവിശേഷത്തിൽ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി താൻ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആമേൻ. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ താൻ അനുഭവിച്ച ആപത്തുകളെ കുറിച്ചൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് പൗലോസ് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് താൻ 12-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. In verse 12 he is saying that, hallelujah, for the which cause I also suffer these things, nevertheless I am not ashamed, for I know whom I have believed, and I am persuaded that he is able to keep that which I have committed unto him against that day. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, സൂക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മുടെ ഉറപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. We believe in a God who can keep us. ഈ ലോകത്തിൽ ആരും നമ്മെ സൂക്ഷിച്ചില്ലെങ്കിൽ, ഒരു പക്ഷേ നാം ആശ്രയിക്കുന്ന ലോകത്തിലെ വൈദ്യന്മാർക്ക് നമ്മെ സൂക്ഷിക്കാൻ കഴിയില്ല. നാം ആശ്രയിക്കുന്ന മരുന്നുകൾക്ക് നമ്മെ സൂക്ഷിക്കാൻ കഴിയില്ല. നാം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് നമ്മെ സൂക്ഷിക്കാൻ കഴിയില്ല.
ഭദ്രമെന്ന് നാം വിചാരിക്കുന്ന നമ്മുടെ ഭവനങ്ങൾക്ക് നമ്മെ സൂക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, ആമേൻ, ഞാൻ നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവം. ആൻഡ് ദ ഗോഡ് ഹു ക്യാൻ കീപ് യു. ആമേൻ. എന്തുകൊണ്ടാണ് ഞാൻ കുലുങ്ങി പോകാത്തതെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് എനിക്കറിയാം. I know the God in whom I trust. Amen. Since I know Him and His capabilities, since I know His power, since I know His strength, സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയും നിത്യനുമായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. He is an omnipotent God. Hallelujah. He is an omniscient God. Amen. Hallelujah. He is the El Shaddai. Amen. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട്, സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പെനിക്കുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ഉറപ്പ്. സ്തോത്രം. ഞാൻ ആരാ? എന്താ ഞാൻ കുലുങ്ങാത്തത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഉറപ്പ്. ഞാൻ മുമ്പേ ഓർമ്മിച്ച കഥ നിങ്ങൾ ഓർക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് കുലുങ്ങിപ്പോകാഞ്ഞത്? കാരണം അവളുടെ അപ്പന്റെ കരങ്ങളിൽ അവൾ ഭദ്രമാണെന്നുള്ള ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണോ? മക്കളാണെങ്കിൽ കുലുങ്ങേണ്ട കാര്യമില്ല. മക്കളാണെങ്കിൽ ഹല്ലേലൂയ അപ്പന്റെ കഴിവിനെ കുറിച്ച് അറിയാവുന്ന ഒരു മകനോ മകളോ കുലുങ്ങിപ്പോകേണ്ട കാര്യമില്ല. അപ്പൻ കൂടെയുള്ളപ്പോൾ നീ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. But as many as received him, to them gave he power to become the sons of God, even to them that believes on his name. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ദൈവമക്കളെ, എല്ലാവർക്കും ഈ ഉറപ്പില്ല. എല്ലാവരും കുലുങ്ങാതിരിക്കത്തില്ല. ആരാണ് കുലുങ്ങാതിരിക്കുന്നത്? ദൈവമക്കൾ മാത്രമാണ് കുലുങ്ങാതിരിക്കുന്നത്. എല്ലാവരും ദൈവമക്കളാണോ? അല്ല എന്ന് ദൈവവചനം പറയുന്നു. ആരാണ് ദൈവമക്കൾ? ദൈവത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവമക്കൾ. Only those who believe in the God and those who believe in the name of God is the one who is the child of God. The one who accepted God is the child of God. Everyone is not a child of God. Only the child of God may be not shaken. Rest all may be shaken in this world. ഈ ലോകത്തില് എല്ലാവരും കുലുങ്ങി പോകാം. എന്നാൽ ദൈവമക്കൾ കുലുങ്ങത്തില്ല എന്ന ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. Praise the Lord. യോഹന്നാൻ 14:1. എന്താ ഞാൻ കുലുങ്ങാത്തതിന്റെ കാരണം? ആമേൻ. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നോട് പറഞ്ഞൊരു ആമേൻ വാഗ്ദത്തമുണ്ട്. സ്തോത്രം. അല്ലേ? മാറ്റം വരാത്തൊരു വാഗ്ദത്തം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കും. സ്തോത്രം. എന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് വേണ്ടി ചിലത് കരുതുകയാണ്. Verse 2. ഹല്ലേലൂയ. എന്തുകൊണ്ടാ വിശ്വസിക്കാൻ പറഞ്ഞേ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്തോത്രം. പ്രിയ ദൈവവൈതലേ, ഈ ലോകത്തിൽ നിനക്കൊന്നുമില്ലെങ്കിലും വരാനിരിക്കുന്ന ലോകത്തിൽ നിനക്ക് വേണ്ടി ചിലത് കരുതാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൽ നിനക്ക് ഉറപ്പില്ലേ? ആ ദൈവത്തിൽ വിശ്വാസമില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ആമേൻ, കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഹൃദയത്തെ കലക്കുന്ന കുലുക്കുന്ന അനവധി സംഭവങ്ങൾ ഈ ലോകത്തിൽ വരാം. കലങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ കലങ്ങാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ പുത്രനിൽ വിശ്വസിക്കുക, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ദൈവമക്കൾ ഹല്ലേലൂയ കുലുങ്ങിപ്പോകാം. സ്തോത്രം. രാജാവേ, ഞങ്ങളെ ഈ തീച്ചൂടയിൽ നിന്ന് ഈ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിൽ നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ സേവിക്കത്തില്ലായിരുന്നു. ഇന്നലെ ഓർപ്പിച്ച വചനം നമ്മൾ ഓർക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഉറപ്പതാണ്.
ആമേൻ. എന്തുകൊണ്ടാണ് കുലുങ്ങിപ്പോകാത്തത്? സ്തോത്രം. കുലുങ്ങിപ്പോകാത്തതിന്റെ കാരണം, ഈ ലോകത്തിൽ ഇനി നെബൂഖദ്നേസരെ നീ ഒരുക്കിയ തീക്കുണ്ടത്തിൽ ഞാനൊക്കെ തീർന്നു പോയാലും എനിക്ക് ഇതിലും വലിയൊരു ഭവനം ഉയരത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഞാൻ നൊടി നേരത്ത് ആമേൻ ഈ ദേഹം വിട്ടാൽ പിന്നെ ഞാൻ ക്രിസ്തുവിനോടെയാണ് ചേരുന്നതെന്നുള്ള ഉറപ്പെനിക്കുള്ളത് കൊണ്ട് സ്തോത്രം. ഈ ലോകത്തിലേതൊക്കെ സ്തോത്രം നഷ്ടം വരുത്തുന്നതാണ്. ലാഭകരമായ ഒരു സംഗതി എനിക്കറിയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണെന്ന് ആമേൻ നല്ലവണ്ണം അറിയാവുന്ന ദൈവമക്കൾ ഇതൊന്നും ഓർത്തും അനുഭവിക്കത്തില്ല, അവർ കുലുങ്ങത്തില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. നാലാമതായി, കുലുങ്ങാത്തൊരു സംഗതി ഈ ലോകത്തിലുള്ളത് ദൈവത്തിന്റെ സിംഹാസനമാണ് എന്ന് ദൈവവചനം ഓർമ്മിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് കുലുക്കമില്ല. ആമേൻ. അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ കണ്ടു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സഭയ്ക്ക് കുലുക്കമില്ല. 3, ദൈവ മക്കൾക്ക് കുലുക്കമില്ല. ഇനി കുലുങ്ങാത്തതുണ്ടെങ്കിൽ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ സിംഹാസനവുമാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് കുലുക്കമില്ല. സങ്കീർത്തനം 45:6 ഇങ്ങനെ ഓർമ്മിക്കുന്നു. Psalms 45:6, ആമേൻ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകും. Psalms 45:6, ഹല്ലേലൂയ. 45-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം, ഹല്ലേലൂയ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ആമേൻ ഉള്ളതാകും. കാരണം ആമേൻ ദൈവത്തിന്റെ സിംഹാസനം ശാശ്വതമായത്, ആമേൻ, അതെന്നും നിലനിൽക്കുന്നതാണെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നും എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവം, thy throne, O God, is forever and ever. The scepter of thy kingdom is a right scepter. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. എന്നും എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. There were so many thrones and so many kings and kingdoms in this world. ഈ ലോകത്തില് ഒരുപാട് രാജ്യങ്ങളും രാജാക്കന്മാരും സിംഹാസനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. രാജാക്കന്മാരെല്ലാം ഇല്ലാതായി, രാജഭരണങ്ങളെല്ലാം മാറിപ്പോയി. ആമേൻ. ഹല്ലേലൂയ. സിംഹാസനങ്ങളെല്ലാം മറിച്ചിടപ്പെട്ടു. എന്നാൽ മാറ്റമില്ലാത്ത, മാറാത്ത, ഇളകാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ, മാറാത്ത ഒരു രാജാവുണ്ടെങ്കിൽ, മാറ്റം വരാത്ത ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യവും ആ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ദൈവവും ആ ദൈവത്തിന്റെ സിംഹാസനത്തിനും ഇളക്കമില്ല, കുലുക്കമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. കുലുങ്ങാത്ത ഒരു സംഗതി ഈ ലോകത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമുഖോളത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സിംഹാസനമാണ് എന്ന് ഓർമ്മിക്കുന്നു. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ the book of Lamentations chapter 5:19, യഹോവേ, നീ ശാശ്വതനായി, നിന്റെ സിംഹാസനം തലമുറ തലമുറയായി ഇരിക്കുന്നു എന്നവിടെ ഓർമ്മിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിലാപങ്ങൾ, ഹല്ലേലൂയ, 5:19, Lamentation chapter 5:19, thou, O Lord, remains forever, thy throne for generation to generation. യഹോവേ, നീ ശാശ്വതനായി, നിന്റെ സിംഹാസനം തലമുറ തലമുറയായി ഇരിക്കുന്നു. ആമേൻ. ദൈവമായ യഹോവ ശാശ്വതവാസി. സ്തോത്രം. ഹല്ലേലൂയ. എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ ദൈവമാണ്. ആമേൻ. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ, മാറ്റമില്ലാത്തതുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. സങ്കീർത്തനം 90:1-2, ഹല്ലേലൂയ, മോശ ഇങ്ങനെ അവിടെ പാടുന്നു. സ്തോത്രം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. അടുത്ത വാക്യം, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. Hallelujah. Before the mountains were brought forth, or ever thou hast formed the earth and the world even from everlasting to everlasting, thou art God. കർത്താവേ, നീ ശാശ്വതമായും അനാദിയായി. ഹല്ലേലൂയ. അനാദി എന്ന് പറയുമ്പോൾ ആദിക്ക് മുമ്പേ
സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആദിക്ക് മുമ്പേ, in the beginning the God created the heavens and the earth എന്ന് പറഞ്ഞ് ബിഗിൻ ചെയ്ത കാലത്തിനു മുമ്പ്, സമയത്തിനു മുമ്പ്, കാലങ്ങളും സമയങ്ങളും ആദി എന്ന് പറയുവാൻ, ബിഗിനിങ് എന്ന് പറയുവാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ അങ്ങ് ശാശ്വതമായിരുന്ന ദൈവമാണ് എന്നാണ് ആ വചനം നമ്മെ ഓർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോർഡ്, യു ആർ an everlasting to everlasting God. ഹല്ലേലൂയ. എന്നും നിലനിൽക്കുന്ന, അന്ത്യമില്ലാത്ത, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിത്യനായ ദൈവമാണെന്ന് ആമേൻ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. ഹീബ്രൂസ് chapter 1 verse, hallelujah, 1, 10, 11, 12. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ രാജ്യത്തിന് ഇളക്കമില്ല എന്ന് പറയുമ്പോൾ സ്തോത്രം 10-ാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു: കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. എന്നാൽ അതിനെന്ത് സംഭവിക്കും? അവ നശിക്കും, നീയോ നിലനിൽക്കും. ഏത് നശിക്കും? ആകാശം നശിച്ചു പോകാം, അത് ഹല്ലേലൂയ. എന്നാൽ നിലനിൽക്കുന്നൊന്നുണ്ട്, ദൈവം നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഹല്ലേലൂയ. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. അനന്യനായത്. And as a vesture shall thou fold them up, and they shall be changed. But thou art the same, and thy years shall not fade. കർത്താവേ, നീ അനാദിയായി ശാശ്വതമായ ദൈവമാണ്. നിന്റെ രാജ്യത്തിന് അവസാനമില്ല. നിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ്. നിന്റെ സിംഹാസനം എന്തുമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സിംഹാസനം ശാശ്വതമായത്? സ്തോത്രം, ഹല്ലേലൂയ. നാം പറയുന്നത് പോലെ ആമേൻ ഫിസിക്കലായ ഒരു സിംഹാസനമല്ല ഈ സിംഹാസനം. സ്തോത്രം. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഈ സിംഹാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ, ഇളകാത്ത ദൈവത്തിന്റെ സിംഹാസനത്തിന് അടുത്ത് ചെല്ലുവാൻ, കുലുങ്ങാത്ത ദൈവസിംഹാസനത്തിന് അടുത്ത് ചെല്ലുവാൻ ഒരു മഹാഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് നാം കുലുങ്ങാതെ നിൽക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. അതിന് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ആമേൻ താൻ പറഞ്ഞൊരു വാക്യം വായിച്ച് ഞാൻ ഈ ആമേൻ ആലോചനയ്ക്ക് അവസാനം കൊടുക്കുകയാണ്. 4-ാം അധ്യായം ഹീബ്രൂ ചാപ്റ്റർ 4 verse 16 നമുക്കൊക്കെ കാണാൻ അറിയാവുന്ന ഒരു വാക്യമാണ്. ഈ സിംഹാസനം നാം എന്നും അനുഭവിക്കുന്ന സിംഹാസനമാണ്. ഈ സിംഹാസനത്തിന്റെ അടുക്കൽ നാം എന്നും ഓടിച്ചെല്ലുന്നതാണ്. ഏതൊരു സമയത്തും ഒരു വേദന വന്നാൽ, ഒരു സങ്കടം വന്നാൽ, കുലുങ്ങുന്ന ഒരവസ്ഥ വന്നാൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു സിംഹാസനമുണ്ടെങ്കിൽ ഈ കൃപാസനമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. ഈ ദൈവസിംഹാസനത്തിന് ഇന്ന് ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പേരാണ് കൃപാസനം. The throne of grace to which we can come close. Let us therefore come boldly unto the throne of grace, that we may obtain mercy and find grace to help in the time of need, in the time of need, in the time of tribulations, in the time of pain, in the time of grief. There is a mercy throne which you can go close and get comforted. എനിക്ക് നിങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, കരുണ ലഭിക്കുന്ന, കൃപ ലഭിക്കുന്ന ഒരു സിംഹാസനം ഈ ഭൂമി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ സമയത്ത്, തത്സമയത്ത്, ഏത് സമയമാണോ എനിക്ക് ആവശ്യമുള്ളത്, ഏത് സമയമാണോ എന്റെ ഉള്ളം കലങ്ങുന്നത്, ഏത് സമയമാണോ കുലുക്കുന്ന പ്രതിസന്ധി വരുന്നത്, ആ സമയത്ത് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ എനിക്ക് ഒരു കൃപാസനം എന്റെ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കൃപാസനം ഇളക്കിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്ക് കുലുക്കാൻ കഴിയും.
പ്രിയ ദൈവമൈതലേ, ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ആമേൻ സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വിനയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളതെല്ലാം കുലുങ്ങുമ്പോൾ ഹല്ലേലൂയ ദൈവവചനത്തിന് കുലുക്കമില്ല, ദൈവസഭയ്ക്ക് കുലുക്കമില്ല, ദൈവമക്കൾക്ക് കുലുക്കമില്ല, ദൈവത്തിന്റെ സിംഹാസനത്തിന് കുലുക്കമില്ല. കുലുങ്ങാത്ത ഒരു രാജ്യത്തിലെ മക്കളായി, കുലുങ്ങാത്ത ഒരു ദൈവത്തിന്റെ ഭക്തരായി നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ നമ്മൾ ശിഷ്ടായുസ് ജീവിക്കുവാൻ, ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ ഈ വചനങ്ങൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.